ജ്യേഷ്ഠ അന്തർധാനം ചെയ്ത ഉടനെ പാലാഴി മധ്യത്തിൽ നിന്നും മുളച്ച ഒരു പൊൽചന്താമര സൂനത്തിൽ നാലുപാടും ദിവ്യപ്രഭ വിതറിക്കൊണ്ട് ഐശ്വര്യദേവതയായ മഹാലക്ഷ്മി ഉദയം ചെയ്തു. ആ ജഗന്മോഹിനി കരതലത്തിൽ ഒരു വരണമാലയുമേന്തി മന്ദം മന്ദം മുന്നോട്ടു വന്ന് മധുസൂദനന്റെ മനോഹര ഗളതലത്തിൽ ആ മാല്യം അർപ്പിച്ചു. ഭഗവാൻ ആ ദേവിക്ക് തന്റെ തിരുമാറിൽ സ്ഥാനവും നൽകി. ആ സമയം നീലാംബരത്തിൽ ഒരു അത്ഭുത തേജസ് പ്രകാശിച്ചു. ദേവവൃന്ദങ്ങളും മഹർഷികളും പരമാനന്ദ തുന്തിലരായി നൃത്തം ചെയ്തു. നാരദൻ വിഭഞ്ചികയിൽ ഗീതങ്ങൾ ആലപിച്ചു. ദേവേന്ദ്രൻ ദേവിക്ക് രത്നപീഠം നൽകി. മഹർഷികൾ വേദമന്ത്രങ്ങൾ കൊണ്ട് ദേവിയെ അഭിഷേകം ചെയ്തു. ആ സന്തോഷ കോലാഹലത്തിനിടയിൽ സുവർണ ചഷകത്തിൽ പീയൂഷവുമായി ധന്വന്തരമൂർത്തി ജലോപരി വന്നു പൊങ്ങി. ദാനവന്മാരാണ് അത് ആദ്യം കണ്ടത്. അവർ ബഹളത്തിനിടയിൽ അമൃത കലശവും തട്ടിക്കൊണ്ട് പെട്ടെന്ന് രംഗത്തുനിന്നും തിരോഭൂതരായി. തങ്ങൾക്ക് പറ്റിയ അമളി അമരന്മാർ മനസ്സിലാക്കി. ലക്ഷ്മി ദേവിയുടെ ഹാരാർപ്പണ സമയത്ത് എല്ലാവരുടെയും ശ്രദ്ധ അവിടേക്കായിരുന്നു. അതാണ് അസുരന്മാരുടെ ചതി ദേവകൾക്ക് കാണാൻ കഴിയാതെ വന്നത്. അവരെ തേടിപ്പിടിച്ച് അവരുമായി ഒരു യുദ്ധം നടത്തി അമൃതകുംഭം തിരിച്ചു വാങ്ങാമെന്ന് വെച്ചാൽ ചിലപ്പോൾ അത് സാധിച്ചില്ലെന്നു വരും. നിർജരന്മാർ നിരാശരും നിഗളിത ചിത്തരുമായി തീർന്നു. അവർ പങ്കേരുഹാക്ഷനോടു തന്നെ തങ്ങളുടെ സങ്കടം ബോധിപ്പിച്ചു. ഭഗവാനെ, ഇത്രയെല്ലാം ഞങ്ങൾ ബുദ്ധിമുട്ടിയിട്ട് ഒടുവിൽ അമൃതവും കൊണ്ടുപോയത് ദാനവന്മാരാണല്ലോ. ദുർവാസാവിന്റെ ശാപഫലം ഞങ്ങൾ എന്നാളും അനുഭവിക്കണമെന്നായിരിക്കാം വിധി. അമൃതകുംഭം തട്ടിക്കൊണ്ടുപോയ ദൈത്യന്മാർ ആരും പെട്ടെന്ന് ഓടിവന്ന് തങ്ങളെ കണ്ടുപിടിക്കരുതെന്ന് കരുതി ഗൂഢമായ മാർഗത്തിൽ കൂടി ചരിച്ച് വിജനമായ ഒരു രഹസ്യ സങ്കേതത്തിൽ എത്തി. നീതിജ്ഞനായ മഹാബലി അവരുടെ കൂട്ടത്തിൽ അപ്പോൾ ഉണ്ടായിരുന്നില്ല. ദുർവാസാവിന്റെ ശാപപരിഹാരാർത്ഥം ദേവകൾക്കു വേണ്ടി പാൽക്കടൽ കടഞ്ഞു നേടിയെടുത്ത പീയൂഷം ദൈത്യന്മാർ അപഹരിച്ചത് അധർമ്മമായി അദ്ദേഹത്തിന് തോന്നിയിരിക്കണം. അവർ എന്തെങ്കിലും കാണിക്കട്ടെ എന്ന് വിചാരിച്ച് അദ്ദേഹം നേരെ രാജധാനിയിലേക്കാണ് പോയത്. ദാനവന്മാർ എല്ലാവരും കുളിച്ച് ശരീരശുദ്ധി വരുത്തി അമൃതം ഭക്ഷിക്കുവാനായി സങ്കേത മൈതാനത്തിൽ നിരന്നിരുന്നു. ആരാണ് വിളമ്പേണ്ടതെന്ന് ആലോചനയായി. ഞാൻ വിളമ്പാം എന്ന് പറഞ്ഞ് പലരും മുൻപോട്ട് വന്നു. വിളമ്പുന്നവർ കൂടുതൽ ഭക്ഷിച്ചാലോ എന്നുള്ള സംശയം മറ്റുള്ളവർക്കും വന്നു. ആ സമയം സുന്ദരരൂപിണിയായ ഒരു മനോഹര തരുണി അവിടെ ആഗമിച്ചു. അവൾ ഒരു ലാസ്യ നൃത്തത്തിന്റെ വടിവിൽ ശരീരമൊന്നിളക്കി, മുലക്കുടങ്ങൾ കുലുക്കി, പവിഴച്ചെഞ്ചുണ്ടുകളിൽ പുഞ്ചിരി തഞ്ചിപ്പിച്ച് നിരന്നിരിക്കുന്ന ദാനവന്മാരെ ആകെയൊന്ന് കടക്കണ്ണിനാൽ കടാക്ഷിച്ചു. അതോടുകൂടി ആ ദൈത്യന്മാരുടെ ഹൃദയങ്ങളിൽ മാരന്റെ പൂബാണങ്ങളും ചെന്നുകൊണ്ടു. സർവലോക നിയന്താതാവായ സാക്ഷാൽ വിഷ്ണു ഭഗവാനാണ് അങ്ങനെയൊരു മോഹിനി വേഷം അവലംബിച്ച് അവിടെ ആഗതനായത്. ദാനവന്മാർ ആ ഭുവനൈക മോഹിനിയെ കണ്ട് കാമാഭിലാഷത്തോടെ നീ ആര് എന്ന് ഏകസ്വരത്തിൽ ചോദിച്ചു. അവൾ പ്രതിവചിച്ചു, ഞാനും നിങ്ങളുടെ വർഗത്തിൽപ്പെട്ട ഒരു ദാനവ സ്ത്രീയാണ്. ഉറ്റവരും ഉടയവരും ആരും എനിക്കില്ല. ഒരു നല്ല ഭർത്താവിനെ തേടി ഇങ്ങനെ നടക്കുന്നു എന്നേയുള്ളൂ. എന്നാൽ ഹേ സുന്ദരി, നീ എന്നെ വിവാഹം കഴിക്ക്. ഞാൻ നിനക്കനുരൂപനായ ഭർത്താവാണ്. പോരെങ്കിൽ മഹാബലി ചക്രവർത്തിയുടെ ഒരു പ്രത്യേക സേവകനുമാണ് ഞാൻ എന്ന് ഒരാൾ പറഞ്ഞപ്പോൾ, ഹേ മന്മഥത്തിടമ്പേ, നീ എന്നെ വിവാഹം കഴിക്ക്. ഞാനാണ് ഏറ്റവും യോഗ്യനായ കാന്തൻ. ഇങ്ങോട്ടൊന്നു നോക്ക്, ഞാൻ എത്ര സുന്ദരനാണെന്ന് എന്ന് വേറൊരുത്തൻ അഭിപ്രായപ്പെട്ടു. അപ്പോൾ നിനക്കനുരൂപനായ ഭർത്താവ് ഞാനാണ് എന്നവർ ഓരോരുത്തരും ബഹളം കൂട്ടി. ഉടനെ ഒരു നാണം കുണുക്കം നടിച്ച് കൊഞ്ചിക്കുഴഞ്ഞുകൊണ്ട് ആ ചഞ്ചലാക്ഷി പുഞ്ചിരി തൂകി പറഞ്ഞു, നിങ്ങൾ അമൃതമുണ്ണാൻ ഭവിക്കയല്ലേ? അതു കഴിയട്ടെ. ഏറ്റവും ക്ഷമാശീലനായ ഒരു ധന്യനെ വിവാഹം കഴിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹം. അത് എൻ്റെ ഒരു സ്വകാര്യ വ്രതമാണ്. ഇവിടെ അമൃത് വിളമ്പുന്ന കാര്യത്തിൽ ഒരു തർക്കം കേട്ടു. നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ ഞാൻ വിളമ്പി തരാം. പക്ഷേ ഒരു കാര്യം, ആരും എന്നെ തുറിച്ചു നോക്കരുത്. ഞാനൊരു പെണ്ണല്ലേ, എനിക്ക് നാണം തോന്നും. അതുകൊണ്ട് നിങ്ങൾ കണ്ണുമടച്ച് വായും തുറന്നിരിക്കണം. ഞാൻ ഓരോരുത്തരുടെയും വായിൽ വ്യത്യാസമില്ലാതെ ഒഴിച്ചു തരാം. ഒടുവിൽ കണ്ണു തുറക്കുന്നവനാരോ അവനായിരിക്കും ഏറ്റവും ക്ഷമയുള്ളവൻ. അവന്റെ മുഖത്ത് ഒരു ചുംബനം ചെയ്ത് ഞാനപ്പോൾ തന്നെ അവനെ വിവാഹം കഴിക്കും. ഇതു നിങ്ങൾക്കെല്ലാവർക്കും സമ്മതമാണെങ്കിൽ മതി. എനിക്ക് നിർബന്ധമില്ല. സമ്മതം, പൂർണ്ണ സമ്മതം എന്ന് എല്ലാവരും ഒരേ സ്വരത്തിൽ വിളിച്ചു പറഞ്ഞു. എന്നിട്ട് കയ്യും കെട്ടി കണ്ണും പൂട്ടി നിരന്നിരുപ്പായി.
സമയം കുറെ കഴിഞ്ഞിട്ടും അമൃതം വായിൽ വീഴുന്നില്ല. അണകളും കോച്ചിത്തുടങ്ങി. ഓരോരുത്തർക്കും കൃത്യമായി വായിൽ ഒഴിച്ചു കൊണ്ടുവരുന്നതിനാലായിരിക്കണം താമസമെന്ന് ഓരോരുത്തരും വിചാരിച്ചു. ഒടുവിൽ ക്ഷമയറ്റ് ഒരുത്തൻ പകുതി കണ്ണു തുറന്നു നോക്കിയപ്പോൾ പെണ്ണിന്റെ പൊടി പോലും അവിടെയില്ല. അതുകേട്ട് മറ്റുള്ളവരെല്ലാവരും പകച്ച് കണ്ണുകൾ തുറന്നു ചുറ്റും നോക്കി. അമൃതവാണിയുമില്ല, അമൃതുമില്ല, ആരുമില്ല. അമ്പടി കള്ളി എന്ന് ഗർജിച്ചുകൊണ്ട് അവർ ചാടി എഴുന്നേറ്റു. എന്തു ഫലം! വളരെ നിരാശയോടും ജാള്യതയോടും കൂടി അസുരന്മാർ താന്താങ്ങളുടെ ആലയങ്ങളിലേക്ക് തിരിച്ചുപോയി. ഭക്തവത്സലനായ വൈകുണ്ഠപതി മായാമോഹിനി വേഷം പരിത്യജിച്ച് തൽക്ഷണം തന്നെ അമൃതം ദേവകൾക്കായി ദാനം ചെയ്തു. അസുരന്മാരിൽ നിന്നും അമൃതവാണിയുടെ വേഷം ധരിച്ച് അമൃതം കൊണ്ടുപോന്നത് അരവിന്ദ നയനനാണെന്നറിഞ്ഞ് രാഹു എന്ന ഛായാസുരൻ ഒരു വൃദ്ധ ബ്രാഹ്മണന്റെ വേഷം പൂണ്ട് അമൃത് ഭുജിക്കുന്ന അവസരത്തിൽ അമരന്മാരുടെ അരികത്ത് വന്നു നിന്ന് യാചിച്ചു. ഹേ പുണ്യവാന്മാരെ, നിങ്ങൾ കഴിക്കുന്ന പീയൂഷത്തിന്റെ ഒരംശം ഈ വൃദ്ധനും കൂടി തരണേ. ദേഹം സ്വാധീനമില്ലാത്തതുകൊണ്ട് ആ പുണ്യാമൃതം ലേശം കഴിച്ചാൽ ഒരു സ്വസ്ഥത കിട്ടുമല്ലോ എന്ന് വിചാരിച്ചു ചോദിക്കുന്നതാണ്. ദയവു തോന്നി അല്പം തരണേ. ദേവന്മാർക്ക് ദയവു തോന്നി തങ്ങൾ ഭക്ഷിക്കുന്നതിന് മുൻപ് തന്നെ അമൃതത്തിന്റെ ഒരംശമെടുത്ത് ആ വൃദ്ധ വിപ്രന് അവർ നൽകി. കമലാകാന്തന്റെ കൽപ്പനയനുസരിച്ച് ശത്രു നിരോധനാർത്ഥം ഗോപുരദ്വാരത്തിൽ നിന്നിരുന്ന സൂര്യചന്ദ്രന്മാർ ആ സമയം ഓടിവന്ന് പറഞ്ഞു, ഇവൻ ബ്രാഹ്മണനല്ല, പാപിയായ അസുരനാണ്. ഇവന്റെ വായിൽ ദംഷ്ട്രങ്ങൾ നിൽക്കുന്നത് കാണുന്നില്ലേ? ഇതുകേട്ട് ലക്ഷ്മി വല്ലഭൻ തന്റെ സുദർശനമെടുത്ത് അവന്റെ കഴുത്തിന്റെ നേർക്കെറിഞ്ഞു. അമൃതത്തിന്റെ ഒരംശം കണ്ഠത്തിൽ തങ്ങിയിരുന്നതിനാൽ കണ്ഠമറ്റുപോയെങ്കിലും തലയും ഉടലും വേർപെടാതെ ഒരു പാമ്പിനെ പോലെ നിലത്തു വീണിഴഞ്ഞു. തൊണ്ടയിൽ അമൃതാംശം പറ്റിയിരുന്നതിനാൽ തലയ്ക്കു ജീവനുണ്ടായി. ഉദരത്തിൽ അമൃതം പ്രവേശിക്കാതിരുന്നതിനാൽ ഉടലിന് ജീവനില്ലാതെയും വന്നു. ആ അസുരന്റെ പേര് വിധുന്ധുതൻ അല്ലെങ്കിൽ രാഹു എന്നാണ്. ജീവനില്ലാത്തതും എന്നാൽ തലയിൽ നിന്നും വേർപെടാത്തതുമായ ഉടലിന് കേതു എന്നും പേർ സിദ്ധിച്ചു. തന്നെ ഒറ്റിക്കൊടുത്തതു മൂലമുള്ള വൈരാഗ്യം തീർക്കാൻ ആ അസുരൻ അമാവാസി ദിവസം സൂര്യനെയും പൗർണമി ദിവസം ചന്ദ്രനെയും ആക്രമിക്കാറുണ്ട്. അതാണ് സൂര്യഗ്രഹണവും ചന്ദ്രഗ്രഹണവും. അനന്തരം ദേവകൾ ഭക്തിയോടുകൂടി അമൃതം സേവിച്ച് ദുർവാസാവിന്റെ ശാപത്തിൽ നിന്നും വിമോചിതരായി. കൊണ്ടൽ നേർവർണ്ണനെയും തണ്ടലർമാതിനെയും വണങ്ങി വാനവർ നാഗലോകം പോകി ആനന്ദിച്ചു വാണു. കൽപ്പതരുവും പാരിജാതവും പാകശാസനൻ അമരാവതി എന്ന ദേവലോക നഗരിയിലെ മനോഹരാരാമത്തിൽ കൊണ്ടുവന്ന് നട്ടു വളർത്തി. അപ്സര സ്ത്രീകൾ ദേവന്മാരുടെ വല്ലഭമാരായും തീർന്നു. മുരാന്തകൻ മോഹിനി വേഷം ചമഞ്ഞ് ദാനവന്മാരെ മയക്കി അമൃതം വീണ്ടെടുത്ത കഥ പുരാന്തകൻ അറിഞ്ഞു. ആ മോഹിനി വേഷമൊന്നു കാണാൻ തനിക്ക് വലിയ ആഗ്രഹമുണ്ടെന്ന് അദ്ദേഹം മാധവനെ ധരിപ്പിച്ചു. വേണ്ട, അങ്ങ് അത് കാണാതിരിക്കുകയാണ് നല്ലതെന്ന് പന്നകശായി പന്നഖഭൂഷണനോട് പറഞ്ഞു. അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ല. പിന്നെയും പിന്നെയും കൈലാസനാഥൻ പാലാഴിനാഥന്റെ മോഹിനി വേഷം കാണാൻ ആഗ്രഹം പ്രകടിപ്പിച്ചു. ശങ്കരന്റെ ഭാഷിതം കേട്ട് ശാർങ്ങകപാണി പെട്ടെന്നു മറഞ്ഞു. അവിടെ വിഷ്ണുമായയാൽ തൽക്ഷണം മനോഹരമായ ഒരു പൂവനം വിളങ്ങി. വാസന്തശ്രീ തഴച്ചു. പൂമരങ്ങൾ പൂത്തു തൂമണം പരന്നു. ആ പൂവനത്തിന്റെ മധ്യത്തിൽ പൂമങ്ക പോലെ ഒരു ലാവണ്യവതി നിൽക്കുന്നു. നീണ്ട കരിമുകിൽ പൂഞ്ചായലും തണ്ടാർ നയനങ്ങളും ചഞ്ചല കടാക്ഷങ്ങളും വില്ലൊത്ത ചില്ലികളും കാർക്കുനുവല്ലികളും ചെന്തളിർ ചുണ്ടുകളും മുത്തണിക്കൊങ്കുകളും രത്നവിഭൂഷകളും പലതരം പൊന്മണിമാലകളും കാഞ്ചന നൂപുരവും കസവണി പൂമ്പട്ടുകളും എല്ലാം ചേർന്ന് ശോഭിച്ച ആ കാമിനീമണിയെ കണ്ട് കാമാരിയായ പരമശിവൻ കാമപരവശനായിത്തീർന്നു. വാസ്തവത്തിൽ അവൾ ഒരു തന്വങ്കിയല്ലെന്നുള്ള ചിന്ത മറന്ന് അദ്ദേഹം അവളെ കടന്നുപിടിച്ച് പരിരംഭണം ചെയ്തു. മുപ്പുരാരിയുടെ പുണ്യബീജം പതിച്ചു മോഹിനിക്ക് ദിവ്യഗർഭം ഉണ്ടാകുകയും തൽക്ഷണം തന്നെ ഒരു അർഭകൻ അവതീർണനാകുകയും ചെയ്തു. ദിവ്യമായ ഹരിഹര യോഗത്താൽ താരക ബ്രഹ്മം ധർമ്മശാസ്താവായി അവതാരം ചെയ്തിരിക്കുകയാണ്. മോഹിനി ആ പൈതലിനെ പിതാവായ മഹേശ്വരനെ ഏൽപ്പിച്ചു. അദ്ദേഹം ആ ശിശുവിനെ കൈലാസത്തിൽ കൊണ്ടുപോയി പാർവതീദേവിയുടെ കയ്യിൽ കൊടുത്തു. ഗണനാഥൻ, സുബ്രഹ്മണ്യൻ എന്നീ ശിവസുതന്മാരോട് ചേർന്ന് ആ ബാലനും കൈലാസത്തിൽ വളർന്നു. അനന്തരം ശ്രീശുകൻ പ്രത്യേകം പറഞ്ഞു, ഹേ നരപതേ, ഇതിനു മുൻപ് 6 മന്വന്തരങ്ങളിൽ ഹരിഹരസുതനായി ധർമ്മശാസ്താവ് അവതരിച്ചു കഴിഞ്ഞു. ഇത് 7ാമത്തേതാണ്.
പാലാഴി മഥനം നടന്നത് ദുർവാസാവ് ഇന്ദ്രനെ ശപിച്ചതുമൂലമാണ്. ആ ദുർവാസാവു തന്നെ ഇന്ദ്രനു വേണ്ടി ധർമ്മിഷ്ഠനും വിഷ്ണുഭക്തനുമായ ഒരു സൂര്യവംശ രാജാവിനെ മനഃപൂർവ്വം ദ്രോഹിക്കാനും മുതിർന്നിട്ടുണ്ട്. ആ ഭക്തന്റെ കഥ അടുത്ത അധ്യായത്തിൽ കേൾക്കാം.